മുഖ്യമന്ത്രി ഇന്ന് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് അദ്ദേഹം എത്തുക എന്ന് മനസ്സിലാകുന്നു. 10:30-ക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക. ഒപ്പം 2 മന്ത്രിമാരുടെ നേതൃത്വമുണ്ട് ഇന്നലെ മുതൽ തന്നെ. ഇന്നലെ സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയ കാര്യം, പ്രത്യേകിച്ചും സിദ്ദിഖ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളതാണ്. ഈ കമ്പനിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന കാര്യം. പക്ഷെ അത് സംഭവിച്ചില്ല. അതിൽ ഈ അപകടത്തിന് വലിയ കാരണമായി മരണപ്പെട്ടത് അവരുടെ ജീവനക്കാരും. അത് വളരെ ഗൗരവതരമായ ഒരു സംഗതിയാണ്. ഇവിടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും സർക്കാരിന്. ഇത്തരം കളക്ടറടക്കം ശക്തമായ ഉത്തരവ് നൽകിയിട്ടും അവരുടെ കെടുകാര്യസ്ഥത ഈ അപകടത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഒപ്പം മേപ്പാടി ചൂരൽമല പ്രദേശമൊക്കെ ഒറ്റപ്പെട്ട രീതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരെ മാത്രം കടത്തിവിടുക, അത്തരം കാര്യങ്ങൾ. ഇതൊക്കെ എപ്പോഴേക്ക് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്? ആ നടപടികൾ ഇപ്പോൾ ഏത് ഘട്ടം വരെയായി? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉള്ള പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങൾ. അതായത് ഇവിടെ ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതായിരുന്നു. പക്ഷേ അത് നീക്കം ചെയ്യാത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രധാനമായിട്ടുള്ള വിമർശനം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കരാർ ഏറ്റെടുത്ത ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അവരുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്ത് ഇറക്കിയിരുന്നു. അതിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം കനത്ത മഴയാണ്. അതായത് വയനാടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയാണ്. ഇത് പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടെ ഈ ഖനനം ചെയ്യുന്ന വസ്തുക്കൾ അത് അംഗീകൃത മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. കടുത്ത നിയമപാലന നടപടിക്രമം ഉള്ളതിനാൽ പ്രൊജക്റ്റിൽ സാങ്കേതിക വിദ്യയ്ക്കുള്ള പിഴവ് വളരെ കുറവാണെന്ന് അവർ വിശദീകരിക്കുന്നു. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് സർക്കാരിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും, സർക്കാരിൻ്റെ നടപടികൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ വാർത്താക്കുറിപ്പിൽ അവർ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് അവർ പറയുന്നത് സംഭവം ദൗർഭാഗ്യകരമാണ്, പക്ഷേ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട പിഴവുകൾ അവരുടെ ഭാഗത്തുണ്ടായതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമോ അത് അംഗീകരിക്കുന്ന ഒരു സമീപനമോ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ഈ സുരക്ഷാ ഏജൻസികളുടെയും സംവിധാനങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു വിശദീകരണം മാത്രമാണ് അവർ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന തന്നെ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളതാണ്. അതായത് ആ ഒരു പ്രദേശത്ത് കുന്നുകൂടി കിടന്ന മണ്ണ് അത് അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ഈ ഒരു മഴക്കാലത്തിൻ്റെ ശക്തമാകുന്ന മഴ വരുമെന്ന സാധ്യത മുന്നിൽ കണ്ടു നൽകിയിരുന്നു. പക്ഷെ അത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ അത് നടന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്. വലിയ ഒരളവിലുള്ള മണ്ണുണ്ട്, അത് നീക്കം ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് പ്രായോഗികമായൊരു പ്രതിസന്ധിയാണ് എന്നുള്ളത് ഇരിക്കുകയും കമ്പനിക്ക് അത് ചെയ്യാനുള്ളൊരു ബാധ്യത കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയബന്ധിതമായിട്ട് അത് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. എന്താണെങ്കിലും ഈ തെരച്ചിൽ പൂർത്തിയായതിനു ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് കുറെ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുമെന്ന് വേണം കരുതുവാൻ. മാത്രമല്ല ഈ പ്രൊജക്റ്റിനെ കുറിച്ച് തന്നെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലൊക്കെ അക്കാര്യങ്ങളായിരിക്കും ഇനി കൂടുതൽ ചർച്ചയാവുക. എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് ഈ ഒരു എക്സിക്യൂഷനിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. എന്താണെങ്കിലും ഇന്നത്തെ പ്രഥമ പരിഗണന ഈ ഒരു തെരച്ചിൽ പൂർത്തീകരണത്തിന് തന്നെയാണ്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പൂർത്തീകരിക്കുകയും ഒപ്പം ചൂരൽമലയിലേക്കുള്ള പാത അവിടെ സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്കുള്ള സംവിധാനം ഒരുക്കുക എന്നീ 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥരുടെ മുമ്പിലുള്ളത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുശേഷം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളതാണ്, നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. രഞ്ജിത്ത്, ഏതായാലും വലിയൊരു ദുരന്തം, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ മേഖല മുക്തമായിട്ടില്ല. തൽക്കാലം ഇനി ചെയ്യാനുള്ളത് ആ മേഖലയിലെ ഗതാഗതമടക്കം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ, നാട്ടുകാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. CB അനുമോദാണ് തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.